ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു ടാക്സി ഡ്രൈവർക്ക് ബമ്പർ ഗാർഡിന് പിഴയിട്ട സംഭവം. അപ്പോൾ അതിൽ കുറേ നെഗറ്റീവ് കമൻസ് വന്നു. ഇതിന്റെ ഡേറ്റ് നോക്കണം, ഡേറ്റ് പണ്ടത്തെ ഡേറ്റ് ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. അതിന്റെ ഒരു വസ്തുത ഞാൻ ഇട്ട് തരാം, ഒന്ന് കണ്ടു നോക്കേ. ഹായ്, നമസ്കാരം. ഇപ്പൊ ഞാൻ അയച്ചു കളഞ്ഞത് നമുക്ക് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. ബമ്പർ ഫിറ്റ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തായാലും ഈ സർക്കാരിന്റെ കാലത്തായാലും നിയമം തന്നെ. ഓൾട്രേഷനൊക്കെ കുറച്ചാവാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് വെച്ചതാണ്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും അതിന് ഫൈൻ ഉണ്ടായില്ല. പക്ഷെ ഇപ്പോ ആര് ഫോട്ടോ എടുത്തിട്ടാണോ അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ പ്രത്യേക ഒളിക്യാമറ സംഘം ഫോട്ടോ എടുത്താണോ എന്നറിയില്ല, നമുക്ക് 5000 രൂപയാണ് ഒരു ബമ്പർ ഫിറ്റ് ചെയ്തതിന് ഫൈൻ വന്നത്. 5000. അപ്പോ ഈ ഫൈൻ അടക്കണേനൊക്കെ ഒരു മര്യാദ ഇല്ല. ഈ ഫൈൻ അടിച്ചു കൊടുക്കണേ. നമ്മളും ഈ രണ്ടറ്റം കുട്ടിക്കാൻ ഓടുന്നവരാണല്ലോ. ഒളി ക്യാമറ ആയാലും എന്തായാലും ഫൈൻ അടച്ചു കൊടുക്കണേന് ഒരു മര്യാദ ഉണ്ടല്ലോ. ദയവ് ചെയ്ത് ഏതെങ്കിലും MVD ഉദ്യോഗസ്ഥരോ അതിന് കാണുന്നുണ്ടെങ്കിൽ ഈ ഫൈൻ ഒന്ന് കുറച്ച്. ഞാൻ അവിടെ പോയിരുന്നു, MVD കാക്കനാട് എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ പോയിരുന്നു, സംസാരിച്ചു. അവർ പറഞ്ഞു ഇത് ഓൺലൈൻ വഴി വന്നുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. എന്നാലും ഇത് ആരോ ഫോട്ടോ എടുത്ത് വിട്ടു, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒളി ക്യാമറ സംഘം ഫോട്ടോ എടുത്തു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, സമയം നേടിത്തരാന്ന് പറഞ്ഞു. അപ്പൊ 5000 രൂപയാണ് ഒരു മര്യാദ ഇല്ലാത്ത ഫൈൻ നടത്തുന്നത്. ചിലപ്പോൾ പല കമന്റുകൾ വരുമായിരിക്കും, വോട്ട് ചെയ്താലേ അനുഭവിച്ചോ. ഞാനൊരു ഏത് പാർട്ടി ഞാൻ ചെറ്റത്തര കാണിച്ചാലും ഞാൻ പോയി ഇതൊന്നും ചെറ്റത്തരത്തിൽ പെടില്ല. കാരണം ഇത് നിയമവിരുദ്ധമായ കാര്യമാണ്, ബമ്പർ ഫിറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാൻ ഇത് ചോദിക്കുന്നത് ഈ ഫൈൻ ഒന്ന് കുറച്ച് തരിക. ഇവരൊന്നും ഫൈൻ ആർക്കും അടിച്ച് കൊടുക്കരുത്. ഇത്രയും മാത്രം ആവശ്യപ്പെടുന്നുള്ളൂ. സൗകര്യം കുറയ്ക്കാം, ഇല്ലെങ്കിൽ നമ്മൾ അടയ്ക്കാൻ നിവൃത്തിയില്ലല്ലോ. കാരണം നമുക്ക് ഇത് ഓടാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഓടുക. അപ്പൊ എന്തെങ്കിലും ഓൾട്രേഷൻ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരുടെയും വാക്കായിട്ട് വണ്ടിയിൽ കൂടുതൽ പണികളൊന്നും ചെയ്യണ്ട. കാരണം ഇതൊക്കെ തിരിച്ച് മേടിച്ചിട്ട് വേണം KSRTC ഫ്രീ കൊടുക്കാൻ. അതുകൊണ്ട് ഈ പരിപാടിക്ക് ആരും നിൽക്കല്ലേ. ഇപ്പോൾ വണ്ടി എങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത് അതുപോലെ കൊണ്ടുനടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു സ്ഥലത്ത് ഫ്രീ കൊടുക്കുന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് പിടിച്ച് വാങ്ങണം. ആ ഒരു മേഖലയാണ് ഏറ്റവും നല്ല മേഖല, ഈ ടാക്സി മേഖല. അതുകൊണ്ട് ടാക്സി ഓടിക്കുന്നവർ ടാക്സി മാത്രം ഓടിക്കുക. ഞാനടക്കം. ബൈ ബൈ. സംഭവം ഇദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ ഫുൾ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള പോസ്റ്റുകളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കും കയറി നോക്കാം. പിന്നെ ഇദ്ദേഹം ഇട്ട പോസ്റ്റ് എന്താണെന്നുള്ളത് പുള്ളിയുടെ പ്രൊഫൈലിലുണ്ട്, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.